സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുകയാണ്. ഞാൻ എസ് വിജയകുമാർ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. അലക്സ് ഷാ മുഹമ്മദ് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് അലക്സ്, അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദ സാധ്യത അല്ലെങ്കിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അത് കുറെ കൂടി തീവ്രമാവുകയും അത് സംസ്ഥാനത്ത് ദിനാന്തരീക്ഷ സ്ഥിതിയെ കാര്യമായി ബാധിക്കുകയും ചെയ്യും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ പ്രഭാവമാണോ ഈ അതിതീവ്ര മഴ മുന്നറിയിപ്പ്? വിജയകുമാർ, തീർച്ചയായും ഏറ്റവും ഒടുവിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു. അടുത്ത മണിക്കൂറുകളിൽ അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നിലവിൽ അറബിക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദവും തീവ്ര ന്യൂനമർദ്ദമായി അടുത്ത മണിക്കൂറുകളിൽ ശക്തി പ്രാപിക്കും. ഇതിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് തുലാവർഷം കനക്കാൻ കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇന്നും നാളെയും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നും നാളെയും 14 ജില്ലകളിൽ വീതം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ആ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 ജില്ലകളിൽ നിന്ന് യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നാളെയും 14 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 21 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ഈ 3 ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിൽ പാലക്കാട്, ഇടുക്കി പോലുള്ള ജില്ലകളിൽ നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലമുണ്ട്. കർശനമായ ജാഗ്രത തുടരണം. സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകുന്നുണ്ട്. ഇനി ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിന്റെ നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് മാറി താമസിക്കേണ്ടവർക്ക് അത്തരത്തിലുള്ള നിർദ്ദേശം ലഭിക്കുകയാണെങ്കിൽ മാറി താമസിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയോര മേഖലയിൽ മഴ കനക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഈ ദിവസങ്ങളിൽ തുടരുകയും. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഇന്നും നാളെയും സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ജാഗ്രത വേണം, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ ഹൈക്കോടതി. കേസെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി. ഇടക്കാല പുരോഗതി റിപ്പോർട്ട് SP എസ് ശശിധരൻ നേരിട്ട് ഹാജരായി കോടതിക്ക് കൈമാറി. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഇന്നത്തെ നടപടികൾ. SIT അന്വേഷണം 10 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് ആദ്യ റിപ്പോർട്ട് SP എസ് ശശിധരൻ ഹൈക്കോടതിയിൽ നൽകിയത്. മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയിൽ ഹാജരായി. ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടികൾ. ഇതിനിടയിലാണ് സ്വമേധയാ മറ്റൊരു കേസ് കൂടി എടുക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. നിലവിലെ ഹർജിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവർ കക്ഷികളാണ്. കക്ഷികളെന്ന നിലയിൽ ഇവരെ ഒഴിവാക്കിയാണ് പുതിയ കേസെടുക്കുക. അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവം ഉറപ്പുവരുത്താനാണ് കോടതിയുടെ നടപടി. പുതിയ കേസിൽ ദേവസ്വം ബോർഡ്, സർക്കാർ, ദേവസ്വം വിജിലൻസ് എന്നിവരെ കക്ഷി ചേർക്കും. നവംബർ 15 കേസ് വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ പ്രത്യേക സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യം ആയിരുന്നു. അതേസമയം കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ രാവിലെയാണ് അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ആദ്യം ഒറ്റയ്ക്കും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയും ചോദ്യം ചെയ്തു. 2019 ജൂലൈ 20 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കൈപ്പറ്റിയത് അനന്ത സുബ്രഹ്മണ്യമായിരുന്നു. ആദ്യം ബാംഗ്ലൂരിലേക്കും ഒരു ദിവസത്തിന് ശേഷം ഹൈദരാബാദിലെത്തിച്ച് നാഗേഷിനും കൈമാറി. കേസ് അന്വേഷണത്തിൽ മുന്നോട്ട് സഹായിക്കുന്ന നിർണായക വിവരങ്ങൾ അനന്ത സുബ്രഹ്മണ്യം അന്വേഷണ സംഘത്തെ അറിയിച്ചതായാണ് വിവരം. അതിനാൽ തന്നെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ നോട്ടീസ് നൽകിയാണ് ഇയാളെ വിട്ടയച്ചത്. ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഉടൻ നോട്ടീസ് നൽകും. ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ച നാഗേഷിലേക്ക് അന്വേഷണം ഉടനുണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംസ്ഥാനത്തിന് പുറത്തെത്തിച്ച് തെളിവെടുക്കാനും തീരുമാനമായി. 24, തിരുവനന്തപുരം. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയിൽ വിവാദം കൊഴുക്കുന്നതിനിടെ CPI പരിഹസിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പദ്ധതിയോടുള്ള CPIയുടെ എതിർപ്പ് ചൂണ്ടിക്കാട്ടിയ മാധ്യമങ്ങളോട് എന്ത് CPI എന്നായിരുന്നു MV ഗോവിന്ദന്റെ പുച്ഛം കലർന്ന പ്രതികരണം. PM ശ്രീ പദ്ധതി വിവാദം നാളെ തുടങ്ങുന്ന CPI നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. PM ശ്രീ പദ്ധതി മുന്നണിയിൽ തർക്കവിഷയമായ സാഹചര്യത്തിലാണ്
മാധ്യമപ്രവർത്തകർ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം തേടിയത്. പദ്ധതിയോടുള്ള CPIയുടെ എതിർപ്പിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവഗണിച്ച MV ഗോവിന്ദന്റെ മറുപടിയിൽ പുച്ഛവും പരിഹാസവുമായിരുന്നു. PMC പദ്ധതിയോട് രാഷ്ട്രീയ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന CPIയെ പ്രകോപിപ്പിക്കുന്നതാണ് MV ഗോവിന്ദന്റെ ഈ പ്രതികരണം. മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയോടുള്ള അവഹേളനമായാണ് പാർട്ടി നേതാക്കൾ ഇതിനെ കാണുന്നത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നാളെ തുടങ്ങുന്ന CPI നേതൃയോഗങ്ങളിൽ PMC വിവാദം ചർച്ചയാകും. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിഷയം വന്നാൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിൽ മന്ത്രിമാരും ആലോചന നടത്തും. എതിർപ്പ് ഉപേക്ഷിച്ച് പദ്ധതിയുടെ പണം വാങ്ങിയെടുക്കണമെന്ന അഭിപ്രായമുള്ളവർ CPIയുടെ നേതൃനിരയിലുമുണ്ട്. MV ഗോവിന്ദന്റെ പരിഹാസം കൂടി വന്ന പശ്ചാത്തലത്തിൽ CPI നിലപാട് ഘടിപ്പിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. 24 തിരുവനന്തപുരം. മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലെ റെസിഡൻഷ്യൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 3 മലയാളികൾ മരിച്ചു. ഭാര്യയും ഭർത്താവും 6 വയസ്സുള്ള മകളും അടങ്ങുന്ന കുടുംബമാണ് മരിച്ചത്. രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. വാഷിയിലെ MG കോംപ്ലക്സിലാണ് അർദ്ധരാത്രിയിൽ തീപിടുത്തമുണ്ടായത്. 10ാം നിലയിൽ നിന്ന് കത്തിത്തുടങ്ങിയ തീ 11, 12 നിലകളിലേക്ക് പടർന്നു. തിരുവനന്തപുരം സ്വദേശിയായ പൂജ രാജൻ, ഭർത്താവ് സുന്ദർ ബാലകൃഷ്ണൻ, മകൾ 6 വയസ്സുകാരി വേദിക എന്നിവരാണ് മരിച്ചത്. വർഷങ്ങളായി മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ തിരുവനന്തപുരം സ്വദേശികളാണിവർ. കിടന്നുറങ്ങിയതാണ്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ AC ഷോർട്ട് സർക്യൂട്ടായി എന്നാണ് പറയുന്നത്. അതിൻ്റെ താഴെ ഒരു ഗുജറാത്തി സ്ത്രീയിലായിരുന്നു, വയസ്സായവർ. 4 പേരും മരിച്ചു. കമല ജെയിൻ എന്ന 84-കാരിയും അപകടത്തിൽ മരിച്ചു. 10 പേർ പൊള്ളലേറ്റ് ചികിത്സയിലാണ്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നവി മുംബൈയിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീയണച്ചത്. 24 മുംബൈ. ഡോക്ടേഴ്സിന്റെ കുറിപ്പടിയില്ലാതെ ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് വിൽപ്പന നടത്തുന്നുവെന്ന 24 വാർത്തയിൽ ഇടപെടലുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കർശന നടപടി കൈക്കൊള്ളാൻ ഡ്രഗ് കൺട്രോൾ ബോർഡിന് നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഗർഭഛിദ്ര മരുന്നുകൾ വിൽക്കുന്നു എന്ന വാർത്ത 24 ഇന്നലെയാണ് നൽകിയത്. 24 ബിഗ് ഇമ്പാക്ട്. കൊച്ചി നഗരങ്ങളിൽ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ അബോർഷൻ ഗുളികൾ കരിഞ്ചന്ത വഴി വ്യാപകമായി ലഭിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് പോലും ഈ അബോർഷൻ ഗുളികൾ ഇവിടെ ലഭിക്കുന്നത് വളരെ എളുപ്പമായിട്ടാണ്. കൊച്ചിയിൽ ഗർഭഛിദ്ര മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ സ്റ്റോറുകൾ വഴിയും ഏജന്റ് വഴിയും ലഭിക്കുന്നുവെന്ന് 24 അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് വിഷയത്തിൽ കർശനമായ നടപടിയുണ്ടാകുമെന്ന് പ്രതികരിച്ചു. നിയമപരമായി തെറ്റാണ്, ഒരു കാരണവശാല് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, നടപടിയെടുക്കും. അത് ഏത് സ്ഥാപനമാണെന്നുള്ളത് തന്നാൽ ഉറപ്പായിട്ട് നടപടിയെടുക്കും. ഡ്രഗ് കൺട്രോളർക്ക് നിർദ്ദേശം കൊടുക്കും. ജീവൻ പോലും അപകടത്തിലാക്കുന്നതാണ് ഈ മരുന്നുപയോഗമെന്ന് 24 അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ശ്രീലക്ഷ്മി ബി പിള്ള, 24 കൊച്ചി. ബീഹാർ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി മഹാസഖ്യത്തിലെ ഭിന്നത ഇന്ത്യ മുന്നണിയിലേക്കും. ദേശീയ തലത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കാനാണ് RJDയോടും കോൺഗ്രസിനോടും ഇടഞ്ഞ JMMന്റെ നീക്കം. അതേസമയം JDU തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുസാഫർപൂരിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടക്കം കുറിച്ചു. വീണ്ടും സംസ്ഥാന ഭരണം പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് നിതീഷ് കുമാർ. മുസാഫർപൂരിലെ മീനപൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുയോഗത്തോടെ JDU പ്രചാരണത്തിന് തുടക്കമായി. അതേസമയം മഹാസഖ്യത്തിൽ കല്ലുകടി തുടരുകയാണ്. 11 മണ്ഡലങ്ങളിൽ സഖ്യത്തിലെ കക്ഷികൾ തമ്മിൽ പോരാണ്. അനുനയ നീക്കങ്ങളിൽ പുരോഗതിയില്ലാത്തത് ബീഹാറിലാകെ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും സഖ്യത്തിലുണ്ട്. മത്സരത്തിനില്ലെന്ന് JMM പ്രഖ്യാപിച്ചത് ബീഹാറിൽ മഹാസഖ്യത്തിന് ആശ്വാസകരമാണ്. ബീഹാറിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ അഭിമാനം നഷ്ടപ്പെട്ടെന്നായിരുന്നു BJPയുടെ പ്രതികരണം. See, in the last 15 days, in the last one fortnight, the number of U-turns Jharkhand Mukti Morcha has taken in context to Bihar elections, they have taken so many U-turns. I think it's time that JMM was renamed as JMM-U. U obviously standing for U-turn. We were always telling them that Chief Minister Hemant Soren should take a stand on whether the ministers belonging to RJD, and why only RJD, the Congress also. അതിനിടെ സസാറാമിലെ RJD സ്ഥാനാർത്ഥി സത്യേന്ദ്ര സാഹിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്നാണ് നടപടിയെന്നാണ് സൂചന. ജനകീയ പദ്ധതികളും വികസനങ്ങളും ഉയർത്തിക്കാട്ടി പ്രചരണം ശക്തമാക്കുകയാണ് NDA. അതേസമയം പ്രശ്നപരിഹാരത്തിനുള്ള അവസാനഘട്ട ചർച്ചകളിലാണ് മഹാസഖ്യം. മുസാഫർപൂരിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG, 24.
സംസ്ഥാനത്ത് നടപടി നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കണക്കിൽ അവ്യക്തത. 2016 ശേഷം സർവീസിൽ നിന്ന് 144 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത്. എന്നാൽ 14 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്നാണ് പോലീസ് ആസ്ഥാനത്തെ കണക്ക്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനാണ് ഈ മറുപടി ലഭിച്ചത്. ഇപ്പോൾ കണക്കുകൾ നോക്കാം. കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. മുഖ്യമന്ത്രിയുടെ ഈ കണക്ക് പക്ഷേ പോലീസ് ആസ്ഥാനത്ത് ലഭ്യമല്ല. 2016 ശേഷം എത്ര പേരെ പിരിച്ചുവിട്ടു, അതിനുള്ള കാരണങ്ങൾ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടായിരുന്നു വിവരാവകാശ നിയമപ്രകാരം പോലീസ് ആസ്ഥാനത്ത് അപേക്ഷ നൽകുന്നത്. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല. എങ്കിലും ലഭ്യമായ കണക്ക് നൽകാം. അതായത് 2016 ശേഷം അച്ചടക്ക നടപടിയെടുത്ത് പിരിച്ചുവിട്ടതും നിർബന്ധിത വിരമിക്കൽ നൽകിയതുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം 14 പേർ മാത്രം. വിവിധ വിഷയങ്ങളിലായി 31 പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണെന്നും പോലീസ് ആസ്ഥാനത്തെ മറുപടിയിൽ പറയുന്നുണ്ട്. നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച കണക്ക് വ്യാജമാണെന്ന് കാണിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അത് തള്ളുകയായിരുന്നു. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്ക് വ്യാജമാണെന്നോ തെറ്റാണെന്നോ അല്ല പറയുന്നത്. പോലീസ് ആസ്ഥാനത്ത് ഈ 144 ഉദ്യോഗസ്ഥരുടെ കണക്കില്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നാണ് ആ കണക്ക് ലഭിച്ചത്? പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ആ കണക്ക് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തം പോലീസ് വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിലെത്തും. ഡൽഹിയിൽ നിന്ന് വൈകിട്ട് 6:20 പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി രാജ്ഭവനിൽ താമസിക്കും. നാളെയാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം. നാളെ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിലേക്ക് തിരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ദേവസ്വം മന്ത്രി VN വാസവൻ എന്നിവർ രാഷ്ട്രപതിയെ അനുഗമിക്കും. ദേവസ്വം ബോർഡിന്റെ പ്രത്യേക ഗൂർഖ ജീപ്പിലാണ് മലകയറ്റം. ഉച്ചപൂജ സമയത്ത് രാഷ്ട്രപതി 18ാം പടി കയറി ദർശനം നടത്തും. ഇന്നും നാളെയും സന്നിധാനത്ത് തങ്ങാൻ ആരെയും അനുവദിക്കില്ല. രാഷ്ട്രപതി നിലയ്ക്കൽ നിന്ന് മടങ്ങിയ ശേഷമായിരിക്കും ഭക്തരെ കടത്തിവിടുക. സന്ദർശനത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ റിഹേഴ്സൽ ഇന്ന് നടക്കും. വ്യാഴാഴ്ച രാവിലെ രാജ്ഭവൻ വളപ്പിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യും. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധിയുടെ ശതാബ്ദി പരിപാടിയിലും വൈകിട്ട് പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച എറണാകുളം സെന്റ് ട്രീസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. 24, പത്തനംതിട്ട. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിൽ കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് UDF ജനപ്രതിനിധികൾ വിട്ടുനിന്നു. മാർക്കറ്റ് മാറ്റിസ്ഥാപിച്ചതിനെതിരെ പഴയ പാളയം മാർക്കറ്റിൽ വ്യാപാരികളും തൊഴിലാളികളും പ്രതിഷേധിച്ചു. കല്ലുത്താൻ കടവ് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് 100 കോടിയോളം രൂപ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചത്. സമുച്ചയത്തിൽ 300ഓളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഷോപ്പുകളാണുള്ളത്. ഇതിനു പുറമെ അനുബന്ധ കച്ചവടക്കാർക്കും സൗകര്യമുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ വിട്ടുനിന്ന പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലത് മാറുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ നല്ല കാര്യത്തിന് എല്ലാവരും ഒത്തുചേരുക എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഞങ്ങളില്ല എന്ന് ഒരു കൂട്ടർ അഡ്വാൻസായി പറയുന്നു. ഉദ്ഘാടന ചടങ്ങിന് മുൻപ് വലിയ പ്രതിഷേധത്തിനാണ് പഴയ മാർക്കറ്റ് വേദിയായത്. ഞങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ നമ്മളെ ബാക്കിയുള്ള ആൾക്കാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ്. എത്ര അവർ വാങ്ങിയ പണം അവർ പറയട്ടെ, അത് നമ്മൾ തിരിച്ചു കൊടുക്കുക. ബക്കറ്റ് പിരിവെടുത്തിട്ടാണ്, എന്ത് പിരിവെടുത്തിട്ടാണ് നമ്മൾ കൊടുക്കൂ. നമ്മൾ ഈ വികസനത്തിന് വേറെ ഒരു ഇതാണ് ഞങ്ങൾ എതിരല്ല. ഞങ്ങൾ ഈ പാളയം മാർക്കറ്റിൽ ജീവിക്കുന്ന 5000 കുടുംബങ്ങളുണ്ട്, അനുബന്ധ മേഖലകളുണ്ട്. ഇതിനൊക്കെ ഇവിടെ നിലനിർത്തി തരണം പറഞ്ഞ് ഇതിന് ഒന്നായിട്ട് കൊടുക്കൊണ്ടാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. പ്രതിഷേധക്കാർക്കിടയിലൂടെ ഉദ്ഘാടന വിളംബര ഘോഷയാത്ര നടത്തിയത് വാക്കേറ്റങ്ങൾക്കിടയാക്കി. പഴയ മാർക്കറ്റിൽ നിന്ന് ഘട്ടം ഘട്ടമായി വ്യാപാരികളെ ഒഴിപ്പിക്കാനാണ് കോർപ്പറേഷൻ തീരുമാനം. 24, കോഴിക്കോട്. മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയുടെ ഭാഗമായി കൊച്ചിയിൽ എയർ ഹോണുകൾ നശിപ്പിച്ച റോഡ് റോളറിന് നോട്ടീസ്.
പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതാണ് മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഉടമയ്ക്ക് നോട്ടീസ് നൽകിയത്. റോഡ് റോളറിന് 4 മാസമായി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല പരിഹസിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നടപടി. മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത എയർ ഹോണുകൾ ഇന്നലെ കടവന്ത്രയിൽ വെച്ചാണ് റോഡ് റോളർ കയറ്റി നശിപ്പിച്ചത്. മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ രീതിയിൽ തകർത്തത്. തൊട്ടു പിന്നാലെ പരിഹാസവുമായി ജ്യോതികുമാർ ചാമക്കാല. റോഡ് റോളറിന് 4 മാസമായി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നും എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണണമെന്നും പരിഹസിച്ചായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഉടൻ നടപടിയുമായി MVD. റോഡ് റോളറിന്റെ ഉടമയായ മട്ടാഞ്ചേരി സ്വദേശിക്ക് നോട്ടീസ് നൽകി. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാണ് നോട്ടീസ്. 7 ദിവസത്തിനകം ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് ഹാജരാക്കണം. എന്നാൽ നിരത്തിലിറക്കാൻ പ്രശ്നമില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം തൊടുപുഴയിൽ MVD പിടിച്ചെടുത്ത 90 എയർ ഹോണുകൾ റോഡ് റോളർ കയറ്റി സമാനമായ രീതിയിൽ നശിപ്പിച്ചു. 24 കൊച്ചി, തൊടുപുഴ. കൂടുതൽ കേരള വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂൾ അഭിഭാഷകയ്ക്കെതിരെ ബാർ കൗൺസിലിൽ പരാതി. അഡ്വക്കേറ്റ് വിമല ബിനു ബാർ കൗൺസിലിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന ആരോപണം. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം മാധ്യമങ്ങളുമായി ചർച്ച ചെയ്തു എന്ന് പരാതിയിൽ പരാമർശം. കോൺഗ്രസ് പുനഃസംഘടനയിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിലെയും തർക്കങ്ങൾക്കിടെ പുതിയ KPCC ഭാരവാഹികളുടെ യോഗം വ്യാഴാഴ്ച. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി OJ ജനീഷും വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിലും മറ്റന്നാൾ ചുമതലയേൽക്കും. ഷൈൻ നിഗം ചിത്രം ഹാൽ കാണാൻ ഹൈക്കോടതി. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ജസ്റ്റിസ് VG അരുൺ സിനിമ കാണും. ഹൈക്കോടതി ഇടപെടൽ സെൻസർ ബോർഡിനെതിരെ അണിയറ പ്രവർത്തകർ നൽകിയ ഹർജിയിൽ. ഗജവീരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് ഏക്കത്തുക. 13,50,000 രൂപയ്ക്ക് രാമചന്ദ്രൻ ഏക്കത്തിനെടുത്തത് കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റി. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കി. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയത് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് അമ്പലക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് മണ്ണമ്പറ്റ ഇല്ലിക്കോട്ടിൽ ദീപക്. ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ ഒറ്റയാൻ കബാലിയെ പ്രകോപിപ്പിച്ച് യാത്രക്കാർ. മതപ്പാടിലുള്ള കാട്ടാനയുടെ തൊട്ടടുത്തേക്ക് വാഹനം ഓടിച്ചെത്തിയത് തമിഴ്നാട് സ്വദേശികൾ. ദൃശ്യങ്ങൾ 24. മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. This is 24. This is 24.
ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സന്നൈ തകേച്ചി. കഴിഞ്ഞ 14 വർഷമായി പാർലമെന്റ് അംഗമായി തുടരുന്ന 64-കാരിയായ തകേച്ചി ആഭ്യന്തരം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ഈ മാസം 3-ന് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി അധ്യക്ഷയായി തകേച്ചി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വലതുപക്ഷ പ്രതിപക്ഷ പാർട്ടിയായ ജപ്പാൻ ഇന്നൊവേഷൻ പാർട്ടിയുമായി LDP പുതിയ സഖ്യം രൂപീകരിച്ച ശേഷമാണ് ഇന്ന് രാവിലെ പാർലമെന്റിൽ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നത്. അധോസഭയിൽ 237 വോട്ടുകൾ നേടിയാണ് സനൈ തകേച്ചിയുടെ വിജയം. 1993 ജന്മനാടായ നാരയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജപ്പാന്റെ പാർലമെന്റിന്റെ അധോസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് തകൈച്ചിയുടെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത്. 1996 LDPയിൽ ചേർന്ന തകൈച്ചി 10 തവണയാണ് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആഭ്യന്തരം, കമ്മ്യൂണിക്കേഷൻ, സാമ്പത്തിക സുരക്ഷ, ലിംഗസമത്വം തുടങ്ങി നിരവധി വകുപ്പുകളുടെ മന്ത്രിയായിട്ടുണ്ട്. കോബെ സർവകലാശാലയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടിയ തകൈച്ചി ടെലിവിഷൻ അവതാരകയായും US കോൺഗ്രസിൽ കോൺഗ്രഷണൽ ഫെലോ ആയും തൊഴിലെടുത്തിട്ടുണ്ട്. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണെങ്കിലും ലിംഗസമത്വത്തിൽ വിശ്വസിക്കാത്ത നേതാവാണ് തകൈച്ചി. കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ ശിഷ്യയായ തകൈച്ചി ആബെയുടെ നയങ്ങൾ തന്നെയാകും പിന്തുടരുക. അടുത്തയാഴ്ച ജപ്പാൻ സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടാകും തകൈച്ചിയുടെ ആദ്യ നയതന്ത്ര കൂടിക്കാഴ്ച. റിസർച്ച് ഡെസ്ക് 24. സംസ്ഥാന സ്കൂൾ കായികമേള വിശേഷങ്ങളിലേക്ക്. Kerala School Kaigamela co-sponsored by Bima Jewels, Golden Super Surprise. കേരള സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരിതെളിയും. ദീപശിഖയും ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പും വേദിയായി തിരുവനന്തപുരത്തെത്തി. നാളെ മുതലാണ് മത്സരങ്ങൾ. കുട്ടി ഒളിമ്പിക്സ് കൊട്ടിക്കയറാൻ ഇനി ഏതാനും മണിക്കൂറുകൾ. ആവേശത്തിരയിളക്കെ സ്വർണ്ണക്കപ്പും ദീപശിഖയും തിരുവനന്തപുരം നഗരം ഏറ്റുവാങ്ങി. വൈകിട്ട് 4 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് കേരള സ്കൂൾ കായികമേളയുടെ 67ാം പതിപ്പിന്റെ കൊടിയേറ്റം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ഫുട്ബോൾ ഇതിഹാസം IM വിജയനും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ചേർന്ന ദീപശിഖ തെളിയിക്കും. താരങ്ങളുടെ മാർച്ച് പാസ്റ്റും 3000-ലധികം വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന സാംസ്കാരിക പരിപാടികളുമാണ് ഉദ്ഘാടന ചടങ്ങിന്റെ ഹൈലൈറ്റ്. മഴ നിറം കെടുത്തുമെന്ന ആശങ്കയുണ്ടെങ്കിലും പ്ലാൻ B സജ്ജമെന്ന് V ശിവൻകുട്ടി 24-നോട്. മഴ തോന്നുന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കാര്യത്തെ ആലോചിക്കാം. ഒരു ചെറിയ B പ്ലാൻ കണ്ടിട്ടുണ്ട്. അവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണെങ്കിൽ താൽക്കാലികമായിട്ട് ഇൻഡോർ കോർട്ട് തന്നെ ഇട്ടൊക്കെയാണ്. 12 വേദികളിലായി നാളെ മുതലാണ് ആവേശ പോരാട്ടങ്ങൾ. ഇൻക്ലൂസീവ് വിഭാഗത്തിലെ 2000-ഓളം വിദ്യാർത്ഥികളടക്കം ആകെ 20,000-ലധികം താരങ്ങൾ മേളയുടെ ഭാഗമാകും. ഗൾഫിലെ സ്കൂളുകളിൽ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളും ഇത്തവണയുമുണ്ട്. ഫസ്റ്റ് ടൈമാണ്, ഭയങ്കര സന്തോഷമുണ്ട്. നാട്ടിലത്തെ കുട്ടികൾ ഭയങ്കര പ്രാക്ടീസ് ഉള്ള കുട്ടികളാണ്. നമുക്ക് കുറച്ച് പ്രാക്ടീസ് കിട്ടിയത് ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കളിക്കും. ലൈക്ക് CBSEക്ക് അധികം കിട്ടുന്നതാണ്. അവർ നാഷണൽസ് ക്ലസ്റ്റേഴ്സിനെല്ലാം പോലുണ്ട്. സോ അതിനാണ് കേരളത്തിൽ നിന്ന് കേരള പാഠവലിൽ നിന്ന് സ്റ്റുഡൻസ് ഗേൾസ് ആയിട്ട് വരുന്നത്. സോ നല്ല എക്സൈറ്റഡ് ആണ്. കൗമാരക്കുതിപ്പിന്റെ ആവേശ പോരാട്ടങ്ങളും കൗതുക കാഴ്ചകളും പ്രേക്ഷകരിലെത്തിക്കാൻ ടീം 24-ഉം സജ്ജം. ടീം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.